ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ബൈജു ചോദിക്കുകയാണ് കിരണിനോട്, എങ്ങോട്ട് തിരിഞ്ഞാലും കല്യാണിയെ കൊല്ലാനുള്ള ആൾക്കാരാണല്ലോ ഉള്ളതെന്ന്. അപ്പോൾ പാറുവും ചോദിക്കുന്നുണ്ട്, നമ്മളിവിടെ നിൽക്കുന്നത് സേഫ് അല്ലല്ലോ എന്നൊക്കെ. കിരൺ അപ്പോൾ പറയുന്നുണ്ട് ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന്. ചെറിയാണെങ്കിൽ കല്യാണിയോട് പറയണ കെട്ടിടത്തിലെ എല്ലാ റൂമും ഒന്ന് പെട്ടെന്ന് നോക്കി പെട്ടെന്ന് തന്നെ പണി തീർത്തിട്ട് പോകണമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ സൂചിപ്പിക്കുന്നു. കല്യാണിയാണെങ്കിൽ എല്ലാ റൂമും കയറി ഇറങ്ങി നോക്കുന്നു. ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണെങ്കിൽ കല്യാണിയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ. കിരണും പാറും അവിടേക്ക് വരുന്നു. കിരൺ അത് കാണുന്നുണ്ട്. കിരൺ അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ നോക്കിയിട്ടിരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ഇവൻ ഇവിടെ നേരത്തെ ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരാൾ പറയുന്നുണ്ട്, ഇവൻ നേരത്തെ തൊട്ടുള്ളവനാണ്, പാവമാണെന്നൊക്കെ. കിരൺ അപ്പോൾ ചൂടാകുന്നുണ്ട്, സ്ത്രീകൾ വരുമ്പോൾ ഇങ്ങനെയാണോ അവൻ നോക്കുന്നതെന്നൊക്കെ. കല്യാണിയുടെ മുന്നിലേക്കാണെങ്കിൽ കിരണും പാറുവും ചെല്ലുന്നു. കല്യാണി അപ്പോൾ ചോദിക്കുന്നു, എന്താണ് ഇവിടെയെന്ന്. കിരൺ അപ്പോൾ പറയണം, ഇത് ഞാൻ പണിയുന്ന ബിൽഡിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം. കിരൺ ചോദിക്കാണ്, എല്ലാം ഓടി നടന്ന് കണ്ടോ എന്ന്. കല്യാണി കണ്ടെന്ന് പറയുന്നു. അപ്പോൾ കിരൺ പറയണം, ഇന്നത്തെ രാത്രി കൂടി എങ്ങനെയും ഒന്ന് കഴിയണം, അത് കഴിഞ്ഞ് നാളെ ഉടനെ തന്നെ പോകണമെന്നൊക്കെ പറയാണ്. കിരൺ പറയണം, നിനക്ക് ചെറിയ ഭീഷണിയൊക്കെ ഉണ്ട്, അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നെന്നൊക്കെ പറയുന്നു. അതാണ് രാത്രിയിലൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സമാധാനം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പാറു പറയണം, ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് രക്തം പൊടിഞ്ഞാൽ പോലും അങ്കിളിൻ്റെ ചങ്കിൽ നിന്നും രക്തം വാർന്നതുപോലെയുള്ള പെയിനാണെന്ന്. കല്യാണിയാണെങ്കിൽ വിക്രമിനെ പറ്റി ചോദിക്കുന്നു. കിരൺ പറയാണ്, വിക്രമിനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, സംസാരശേഷി മാത്രം കിട്ടിയിട്ടില്ല, കിട്ടുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ശബ്ദത്തിൻ്റെ കാര്യമൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്, നിന്നെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ, അത് ദൈവം കണ്ടതല്ലേ എന്നൊക്കെ പറയുന്നു. കിരൺ പറയാണ്, പ്രകാശനെ പോലെ ഒരുത്തനെ അമ്മായിയപ്പനായിട്ട് കാണാൻ താല്പര്യമില്ലെന്ന്. പാറു ആ സമയത്ത് പറയണ, ആൻറ്റിയെ അംഗീകരിക്കാത്ത അച്ഛനാണ്, അതുകൊണ്ട് അങ്കിളിൻ്റെ അമ്മായിയപ്പനാകത്തില്ലല്ലോ എന്നൊക്കെ. കിരൺ അപ്പോൾ പറയണ, പാറു പറഞ്ഞതും ശരിയാണെന്ന്. പെട്ടെന്ന് കല്യാണി ജെറി മുന്നോട്ട് നടന്നു പോകുമ്പോൾ കല്യാണിയെ പിടിച്ചു മാറ്റുകയാണ് കിരൺ. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മുകളിൽ ഒരുത്തനാണെങ്കിൽ കല്ലുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കല്ല് കല്യാണിയുടെ മുകളിൽ വീഴുമോ എന്ന് കരുതിയെന്ന് പറയാണ്. ശരിക്കും നേരത്തെ കണ്ടവനാണെങ്കിൽ ഒരു കല്ലും പിടിച്ച് മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കിരൺ നോക്കുമ്പോഴും എല്ലാവരും നോക്കുന്ന സമയത്താണെങ്കിൽ അവൻ ആ തറയിൽ തന്നെ കല്ല് വെച്ച് പണി ചെയ്യുന്നത് പോലെയാണ് കാണിക്കുന്നത്. പാറു ആണെങ്കിൽ കിരണിനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളിനിപ്പോൾ എന്ത് കണ്ടാലും സംശയമാണല്ലോ എന്ന്. അപ്പോൾ കിരൺ പറയണം, നമ്മളറിയാത്ത ആരോ അവളെ പിന്തുടരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും സംശയിക്കുന്നതെന്ന്. ബൈജു ആണെങ്കിൽ ഒരു പെൺകുട്ടിയെ സംശയിക്കുകയാണ്. ആ പെൺകുട്ടിയോട് പറയണം, നിന്റെ ഉദ്ദേശം ഞാൻ ജീവനോടിരിക്കുമ്പോൾ നടക്കത്തില്ല എന്നൊക്കെ. നീ എവിടെയാണ് ആയുധമൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ ബൈജുവിനെ അടിക്കുന്നുണ്ട്. പിന്നീട് ബൈജു അതുപോലെ വേറെ രണ്ടുപേരെ ആണുങ്ങളെ സംശയിക്കുകയാണ്. അവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ കൊട്ടേഷൻ എത്ര രൂപ വാങ്ങിയിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. അവർക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ബൈജുവിൻ്റെ സംസാരം കേട്ടിട്ട്. അവരാണെങ്കിൽ ബൈജുവിനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. പാറു ചോദിക്കുന്നുണ്ട്, കല്യാണി ആൻറ്റി കൊല്ലാൻ ആരാണ് ആളെ വിട്ടത്, ആ പ്രകാശനാണോ എന്നൊക്കെ. കിരൺ അപ്പോൾ പറയുന്നുണ്ട്, പ്രകാശൻ ഇവിടെ വരെ ആളെ വിടാനുള്ള ധൈര്യമൊന്നും കാണത്തില്ല എന്ന്, വേറെ ആരെങ്കിലും ആയിരിക്കും ഇതിൻ്റെ പിന്നിലെന്നൊക്കെ പറയാണ്. പറയുവാണെങ്കിൽ ഗുണ്ടയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കാര്യങ്ങൾ എന്തായിന്ന്. ഗുണ്ട അപ്പോൾ പറയുകയാണ്, കല്യാണി റൂമിൽ വരുമ്പോൾ ആ റൂമിൽ ഞാനുണ്ടായിരിക്കും, മേഡം നല്ല വാർത്ത കേൾക്കാൻ കാത്തിരുന്നോളാൻ പറയുന്നു. കല്യാണിയാണെങ്കിൽ റൂമിലേക്ക് വരുന്ന സമയത്ത് ഗുണ്ട കത്തിയുമായിട്ട് കല്യാണിയുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റൂമിൽ ഒരു ബെല്ല് കേൾക്കുന്നു. കല്യാണിയാണെങ്കിൽ റൂം പോയി തുറക്കുമ്പോൾ പാറുവും ബൈജുവും കിരണുമാണ് വരുന്നത്. അവർ പറയാണ്, പെട്ടെന്ന് തന്നെ ഈ റൂം മാറണമെന്ന്. കിരൺ പറയണം, ഇന്ന് രാത്രിയിലും ഈ റൂമിൽ കിടക്കണ്ട, വേറെ റൂമിൽ കിടന്നാൽ മതിയെന്ന് പറയാണ്. എല്ലാവരും കൂടി സാധനങ്ങളെല്ലാം പായ്ക്ക് ചെയ്യുകയാണ് വേറെ റൂമിൽ പോകാൻ വേണ്ടി. കിരൺ പറയണം, ആ റൂമിലാണെങ്കിൽ 2 റൂമുണ്ട്, ഇനി എല്ലാവരും ഒന്നിച്ചിരുന്നാൽ മതി, അതാണ് സേഫ് എന്നൊക്കെ പറയുന്നു. കിരൺ ആണെങ്കിൽ ബൈജുവിനോട് പറയാണ്, ഈ പരിസരത്തൊക്കെ തന്നെ കാണും ആ കൊലയാളി, അവനാണെങ്കിൽ ഇന്നലെ ഇവിടെ വന്നതൊക്കെ ഞാൻ CCTVയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയി ചോദിച്ചപ്പോൾ അവന്മാർ പറയുന്ന 2 ദിവസമായിട്ട് CCTV വർക്കാകുന്നില്ലെന്നാണ്. അത് മാത്രമല്ല റിസപ്ഷനിൽ ആരും കണ്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. ബൈജു അപ്പോൾ പറയാണ്, അപ്പോൾ കൊലയാളി നിസ്സാരക്കാരനല്ലെന്ന്. കിരൺ പറയാണ്, പണ്ട് തൊട്ടേ വിശ്വസിക്കാവുന്ന ഒരു ഹോട്ടലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. കിരൺ പറയാണ്, നമ്മൾ പോകുന്നത് വരെ സൂക്ഷിക്കണം, എനിക്ക് ചില സംശയങ്ങളുണ്ട്, പക്ഷെ ഞാനിപ്പോൾ അതൊന്നും തുറന്നു പറയുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ബൈജു പറയണം, ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാനും അളിയൻ്റെ അടുത്ത് എത്തിക്കാമെന്നൊക്കെ. കിരൺ ആണെങ്കിൽ റൂം 302-ലാണെങ്കിൽ ചായയും കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് ഗുണ്ടയാണെങ്കിൽ കർട്ടന് അകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങി വരുന്നു.
ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്